എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് വറുത്തരച്ചതിൻ്റെ റെസിപ്പിയാണ്. അപ്പത്തിൻ്റെയും കപ്പയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ് വറുത്തരച്ചത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഈ കറിക്ക് വേണ്ടുന്ന തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു ചൂടായ പാനിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 6 ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതീയിൽ വെച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ വറുത്തെടുക്കാം. തേങ്ങയുടെ കളറൊന്ന് ചെറുതായിട്ട് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകവും ഒരു ചെറിയ ഏലക്കയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചെറുതീയിൽ വെച്ച് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയ ശേഷം മിക്സിയിൽ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 മീഡിയം സൈസിലെ സബോള അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു എരിവുള്ള പച്ചമുളക് അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സബോളയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നപ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളച്ച് ചാറൊക്കെ കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഇതിലേക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ നിന്ന് ഉപ്പ് ചേർക്കുന്ന ക്ലിപ്പ് മിസ്സായി പോയതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. ഇപ്പോൾ ചാറൊക്കെ നന്നായിട്ട് വറ്റി പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതേ നല്ല അടിപൊളി ബീഫ് വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇനി ബീഫ് വാങ്ങുമ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.